ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ തേക്കടി വാഗമൺ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആലപ്പി വിടാണ്. ആലപ്പി സ്റ്റേക്കേഷന് നമ്മൾ പോകുന്ന ഉദയ് ബാക്ക് വാട്ടേഴ്സ് റിസോർട്ടിലാണ്. അപ്പം നമ്മൾ തേക്കടിയിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി. ഇനി അവിടെ ചെന്നിട്ട് പുതിയ വിശേഷം. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്. പക്ഷേ നമ്മൾ തേക്കടിയിലെ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായേ. അപ്പോൾ പിന്നെ എന്തായിരുന്നാലും ആലപ്പിയിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. അതിലൊന്നിലേക്കാണ് നമ്മൾ പോകുന്ന ഉദയ് ബാക്ക് വാട്ടേഴ്സ് റിസോർട്ട്. പിന്നുള്ളത് പുന്നമട ലേക്ക് റിസോർട്ടാണ്. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അവിടെ വന്നിട്ട് ഫുൾ ബുക്കിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ബുക്കിംഗ് വെച്ച് നേരെ വിട്ടുപിടിച്ചത്. കഴിഞ്ഞ വർഷം ധ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ആലപ്പിയിലാണ് വന്നിരുന്നത്. അപ്പോൾ അന്നെടുത്ത റിസോർട്ട് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നില്ലേ. അപ്പോഴേ എനിക്ക് ഇവിടെയൊക്കെ വരണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ തേക്കടിയിൽ നിന്ന് ട്രിവാൻഡ്രം പോവാതെ ഒരു ദിവസം ഇവിടെ സ്റ്റേക്കേഷൻ എടുക്കുമ്പോൾ നമ്മളൊന്നും എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആവുമല്ലോ. എന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടത്. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മഴയുടെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന റൂം ഡീലക്സ് ആണ്. അവിടെ എലൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡീലക്സ് സ്യൂട്ട് റൂം, പിന്നെ വരുന്നത് പൂൾ വില്ലാസാണ് വരുന്നത്. പൂൾ വില്ലാസ് അത്യാവശ്യം കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, 10-12 ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അന്ന് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 4 മണി അടുപ്പിച്ച് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ കിടന്നാലേ നമ്മൾ പിറ്റേന്ന് രാവിലെ എണീക്കത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് ടയേർഡാണേ. അപ്പോൾ പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ എന്താ പറയുക പ്രോപ്പർട്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ലക്ഷറി ലുക്കുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമായിരുന്നു. അത്യാവശ്യം നല്ല എന്താ പറയുക വലിയ സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ പറയാമെന്ന് വെച്ചാൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ടായിരുന്നു. ഈവൻ വാഷ്റൂമിൽ എല്ലാ ടോയ്ലറ്ററി ഐറ്റംസ് എല്ലാം സെറ്റായിരുന്നു. ഈവൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് മസാജിന് വേണ്ടിയുള്ള സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബെഡായിക്കോട്ടെ നല്ല എന്താ പറയുക നല്ല കോസി ബെഡായിരുന്നു. എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലം കേട്ടോ. നമ്മളിവിടെ ലേറ്റായിട്ട് എത്തുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കോട്ടയത്ത് നിന്ന് ഇടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ചായ ആയിരുന്നു നമ്മൾ വിളിച്ച് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവർ ചായയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ കുടിച്ചിട്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ അങ്ങ് ക്ലൈമറ്റ് അങ്ങ് എന്താ പറയുക പെട്ടെന്ന് അങ്ങ് ചേഞ്ചായി. ഭയങ്കര മഴയ്ക്കുള്ളൊരു കാർമേഘമൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആവുന്ന പ്രതീക്ഷയെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് പൂളിലിറങ്ങുന്ന ഒരു പരിപാടി നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തു. കാര്യം ഓൾറെഡി എനിക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്ത ദിവസത്തിൽ കൂടുതലും എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 80% നോർത്ത് ഇന്ത്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്തിട്ടും കുറേ ആൾക്കാരിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ അവർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മഴ തോന്നുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇങ്ങനെ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈലിൻ്റെ സ്പേസ് വന്നിട്ട് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വിചാരം ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഈ ആപ്പിലെ വീഡിയോസൊന്നും പോകത്തില്ല എന്നും പറഞ്ഞ് ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തേ. അതുകൊണ്ടാണ് എനിക്ക് രാത്രിത്തെ ഡിന്നർ ബൊഫയുടെ ഒന്നും വീഡിയോസ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കയറി കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. അപ്പോൾ ഇവിടെ എന്താ പറയുക ഈ കോഴി, താറാവ്, എമു അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പ് അവരിങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധ്രുവിന് ഇതൊക്കെ ഇഷ്ടമാണ് കാണാൻ, പക്ഷേ പേടിയാണ്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോയിട്ടോ. അവിടെ ഫിഷിംഗ് റോഡുണ്ട്, സൈക്ലിങ്ങിനുള്ള സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. സൈക്കിളൊന്നും കിട്ടത്തില്ല, കാര്യം പിള്ളേർ സെറ്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫിഷ് റോഡായത് 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഓൾറെഡി എടുത്തതുകൊണ്ട് പിന്നെ ഈ ചൂണ്ടയും ഈ കമ്പിൽ കെട്ടിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു പപ്പ കുറേ നേരം ഇരുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും മിക്സ് ആയിരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ്റെ ഈ ഡോക്ല ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കള്ളത്തപ്പത്തിൻ്റെ വേറൊരു ഇതെന്ന് പറയാം. കള്ളത്തപ്പം ഭയങ്കര സ്വീറ്റ് അല്ലേ, ഇതത്ര സ്വീറ്റ് അല്ലായിരുന്നു.
നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നു റൂമിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. കാര്യം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പിന്നെയും മഴ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിപ്പോൾ സ്റ്റേ എടുത്ത ഉദയ് ബാക്ക് വാട്ടേഴ്സ് റിസോർട്ടും ട്രിവാൻഡ്രം കോവളത്തുള്ള ഉദയ് സമുദ്രയും അതുപോലെ ഡൊമസ്റ്റിക്കിൻ്റെ അടുത്തുള്ള UST ഹോട്ടലും ഒക്കെ പണ്ടത്തെ ആക്ട്രസ് രാധാ നായരുടെ ഹസ്ബൻഡിൻ്റെ ഓണർഷിപ്പിൽ വരുന്നതാണേ. ശരിക്കും പറഞ്ഞാൽ 11 മണിയാണ് ചെക്ക് എങ്കിൽ നമ്മൾ പിന്നെ ലേറ്റ് ആവാൻ നിന്നില്ല. എന്തായാലും ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രം വരെ എത്തണം, നല്ല മഴയും കൂടെയാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയത്തായിരുന്നു പപ്പയ്ക്ക് നേരത്തെ എൻ്റെ കൂടെ കളിക്കാൻ പറ്റിയില്ല, കാര്യം എനിക്ക് ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് പ്ലേ ചെയ്ത് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും പപ്പ പിന്നെ കുറച്ച് നേരം ചെന്ന് അവരോട് പ്ലേ ചെയ്ത് കേട്ടോ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ദിവസവും ചെക്ക് ഔട്ട് ചെയ്ത ദിവസവും അവിടെ ഫുൾ ഗസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓഫീസിൽ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ബില്ലൊക്കെ പേ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. വരുന്നതിൽ മെജോറിറ്റി ഞാൻ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യൻസാണ്. ഈ പിള്ളേരുടെ വെക്കേഷൻ ആകുമ്പോൾ കുറേ പേര് ഇങ്ങോട്ട് സൗത്തിലേക്ക് വരും, നമ്മൾ ഈ നോർത്തിലേക്ക് പോകുന്നത് പോലെ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ധ്രുവിനെ ബേബി സീറ്റിൽ സെറ്റാക്കി. അങ്ങനെ ആലപ്പുഴത്തെയും സ്റ്റേക്കേഷൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ട്രിവാൻഡ്രം ഒരു 4-5 ദിവസമായി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ട്രിപ്പ് മൂഡൊക്കെ ഫിനിഷായി. പോകുന്ന കുറച്ച് സാഡാണ്, പക്ഷെ സ്റ്റിൽ റിയലേ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ വരാപ്പാ. ബൈ ബൈ.